നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിൽ രാഷ്ട്രീയ കേരളം. വോട്ടെണ്ണൽ മെയ് 4-ന്. തുടർഭരണ പ്രതീക്ഷ പങ്കുവെച്ച് LDF. ഭരണമാറ്റം ഉറപ്പിച്ച് UDF. ശക്തമായ സാന്നിധ്യമാകുമെന്ന് NDA. കേച്ചേരിയിൽ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തലക്കോട്ടുകരയിൽ വെള്ളിയാഴ്ച രാവിലെ 7:30 അപകടത്തിൽ അമ്പലപുരം സ്വദേശി കിണറുമാക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 52 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ 88ാം തിരുനാളിന് വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് സാലൂറാണ് കൊടിയേറ്റം നിർവഹിച്ചത്. തിരുനാളാഘോഷം CCTVയിൽ തത്സമയം സംപ്രേഷണം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇനി കൂട്ടലും കിഴിക്കലും. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി വിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. കോഴിക്കോടും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. 1987 ശേഷമുള്ള ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. LDF ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ 80 സീറ്റിലധികം ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ ആകാംക്ഷയുടെ മുൾമനയിൽ നിർത്തി കനത്ത പോളിംഗ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 76% പോളിംഗ് ആയിരുന്നു കേരളത്തിൽ രേഖപ്പെടുത്തിയതെങ്കിൽ 2026 അത് അന്തിമ കണക്കുകൾ വരും മുമ്പ് 78.27% ഉയർന്നു. ഇത്തവണ കൂടുതൽ വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും ചെയ്തു. ഉയർന്ന പോളിംഗ് ശതമാനം എത്രത്തോളം സഹായിക്കും എന്ന് കണക്കുകൂട്ടുകയാണ് മൂന്ന് മുന്നണികളും. കനത്ത പോളിംഗ് ഗുണം ചെയ്യുമെന്ന് LDF-ഉം UDF-ഉം NDA-യും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. ഭരണവിരുദ്ധ തരംഗമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെങ്കിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നും UDF വിലയിരുത്തുന്നു. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണയും ആവർത്തിക്കുമെന്ന് LDF കരുതുന്നു. ചുരുങ്ങിയത് 3 സീറ്റിലെങ്കിലും ജയിക്കാനാകുമെന്നാണ് NDA-യുടെ പ്രതീക്ഷ. കടുത്ത മത്സരം നടന്ന മലബാറിലെ പല മണ്ഡലങ്ങളിലും ഇക്കുറി കനത്ത പോളിംഗാണ് നടന്നത്. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്കും മുകളിലാണ്. SIR-ന് ശേഷമുള്ള ആദ്യ ബലപരീക്ഷണം ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലും കണക്കുകൂട്ടലിലുമാണ് മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ ബൂത്തിൽ കയറി വോട്ടഭ്യർത്ഥന നടത്തിയെന്നാരോപിച്ച് ഉണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് പരാതി. ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്കാണ് മുഹമ്മദ് മുഹസിൻ പരാതി നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പ് ദിനത്തിലാണ് ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത്. കള്ളാടിപ്പറ്റയിലെ ബൂത്തിൽ കയറി LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ വോട്ടഭ്യർത്ഥിച്ചു എന്നാരോപിച്ചായിരുന്നു UDF-ന്റെ പ്രതിഷേധം. ഇത് ഇരു കൂട്ടരും തമ്മിലുള്ള വാക്കേറ്റത്തിന് ഇടവരുത്തി. എന്നാൽ വോട്ടെടുപ്പ് നിരീക്ഷിക്കുന്നതിനിടെ മദ്യപിച്ചെത്തിയ UDF പ്രവർത്തകർ തന്നെ ആക്രമിക്കുകയാണെന്നും പരസ്യമായി അപമാനിക്കുകയും ചെയ്തുവെന്നു കാണിച്ച് മുഹമ്മദ് മുഹസിൻ പാലക്കാട് ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. വ്യാജ ആരോപണം ഉന്നയിച്ചാണ് UDF പ്രവർത്തകർ തന്നെ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചതെന്നും ആക്രമിച്ചതെന്നുമാണ് സ്ഥാനാർത്ഥി പരാതിയിൽ പറയുന്നത്. ആക്രമണം നടത്തിയതിൽ ഒരാൾ മദ്യപിച്ചിരുന്നതായും സംശയിക്കുന്നതായും പരാതിയിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മനുഷ്യര് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു മിനിറ്റ് വരൂ. ആരോടെങ്കിലും വോട്ട് ചോദിച്ചോ? ഇല്ല. ആരോടെങ്കിലും ഞാൻ വോട്ട് ചോദിച്ചെന്ന് പറയട്ടെ. സീനുകളുണ്ടാക്കിയത് അല്ലല്ല, സീനുണ്ടാക്കിയത് വരാ. ബഹളം ആരും വേണ്ട.
ഒരു സീന് മൂപ്പരുണ്ടാക്കിയില്ലല്ലോ. അതാ അവരൊക്കെ പറയണു. പിന്നെന്താ ഒരു പ്രത്യേകത? സ്ഥാനാർത്ഥിക്ക് ആളുകളെ കാണാം, ബൂത്തിൽ വരാം, കാര്യങ്ങൾ അന്വേഷിക്കാം. വോട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി എല്ലായിടത്തും പോകുന്നുണ്ട്. അവിടെ ഒരാള് പോലും വോട്ട് ചോദിച്ചെന്ന് പറഞ്ഞിട്ടില്ല. വോട്ട് ചോദിച്ചിട്ടില്ല എന്ന് പറയണേ. ആ പരിപാടിയൊന്നും വേണ്ട. വോട്ട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞേ ആളുകൾ. പിന്നെന്താ മറ്റു വാർത്തകൾ. കേച്ചേരിയിൽ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തലക്കൂട്ടുകരയിൽ വെള്ളിയാഴ്ച രാവിലെ 7:30 ഉണ്ടായ അപകടത്തിൽ അമ്പലപുരം സ്വദേശി കിണറുമാക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 52 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. തലക്കോട്ടുകര അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് ഓട്ടോറിക്ഷകളും ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കുപറ്റിയ ബൈക്ക് യാത്രികനായ മുഹമ്മദിനെ കേച്ചേരി എക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ചേലക്കര കൊണ്ടാഴി സ്വദേശി തേക്കിൻകാട് കോളനി വീട്ടിൽ വേലായുധൻ മകൻ പ്രവീൺ, യാത്രികരായ തേക്കിൻകാട് കോളനി വീട്ടിൽ കണ്ണൻ ഭാര്യ തങ്കം, തേക്കിൻകാട് കോളനി വീട്ടിൽ സുഭാഷ് കുമാർ മകൻ അനൈ എന്നിവർക്കും സ്കൂട്ടർ യാത്രികനും അപകടത്തിൽ പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനെ അമല ആശുപത്രിയിലും മറ്റു 3 പേരെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം തിരുനാളിന് വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് സാളൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 17 മുതൽ 21 വരെയുള്ള തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ നവനാൾ ദിവസങ്ങളിൽ രാവിലെ 6-നും വൈകിട്ട് 5-നും തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാളിന്റെ ഭാഗമായി ഏപ്രിൽ 17 വൈകിട്ട് 5 മണിക്ക് പ്രസുദ്ധേൻ ദിവാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് മാർ ജേക്കബ് മനത്തോടത്ത് കാർമ്മികനാകും. 18-ാം തീയതി മാർ പോൾ ആലപ്പാട്ട് കാർമ്മികനായി കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാൾ ദിനമായ 19-ന് രാവിലെ 5:30, 7 മണി, 8:30, ഉച്ചതിരിഞ്ഞ് 4-നും തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലിയും രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുമുണ്ടാകും. ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനാകും. ഫാദർ ഫ്രാൻസിസ് എലവത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടക്കും. വൈകിട്ട് 6-ന് ഇടവക ദേവാലയത്തിൽ ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തട്ടേൽ കാർമ്മികനായുള്ള ദിവ്യബലിയെ തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും. ഏപ്രിൽ 20-ന് രാവിലെ 7 മണിക്ക് ആഘോഷമായ റാസ കുർബാനയ്ക്ക് മാർ ഫ്രാങ്കോ മുളയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് നാടക അവതരണവും നടക്കും. ഏപ്രിൽ 21-ന് വൈകിട്ട് 7 മണിക്ക് ഇടവകയിലെ പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന ഗാനമേള അരങ്ങേറും. തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 10 മുതൽ 21 വരെ മറ്റം ഗേൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ കാർണിവൽ എക്സ്പോ നടക്കും. ഏപ്രിൽ 12-ന് ഞായറാഴ്ച മറ്റം ഫൊറോനയിലെ കൂനമുച്ചി, ആളൂർ, കണ്ടാണശ്ശേരി, വാഗ എന്നീ പള്ളികളിൽ നിന്നുള്ള 1-ാം കനകക്കുന്ന് തീർത്ഥാടനം ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരും. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 13, 14, 15 തീയതികളിൽ വൈകിട്ട് 5 മുതൽ രാത്രി 9:30 വരെ തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് 2-ാം കനകക്കുന്ന് ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ജിയോ വേലൂക്കാരൻ, കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, MJ ജോഷി, CT സ്പാർട്ടക്സ്, CK ജോയ്, ജനറൽ കൺവീനർ സെബി തോമസ് കെ, ജോയിന്റ് ജനറൽ കൺവീനർ ജെയിംസ് CT എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകും. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അനേകായിരങ്ങൾ ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഈ തിരുനാൾ ദിനങ്ങളിലെ വരുന്നു. അവരുടെ അപേക്ഷകളും പ്രാർത്ഥനകളും മാതാവിൻ്റെ മാധ്യസ്ഥതം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈ അനുഗ്രഹപ്രദമായ ദിവസങ്ങളിലേക്ക് നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 19-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനകൾ 5:30, 7 മണി, 8:30, അതുപോലെ തന്നെ 10:30 ആഘോഷമായിട്ടുള്ള തിരുനാൾ കുർബാന ഉണ്ടായിരിക്കും. തുടർന്ന് 4 മണിക്ക് ഇവിടെ വിശുദ്ധ കുർബാന തീർത്ഥകേന്ദ്രത്തിലുണ്ടായിരിക്കും. 6 മണിക്ക് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായിട്ടുള്ള കിരീടം എഴുന്നള്ളിപ്പ്
ഇടവപ്പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തും. തീർത്ഥകേന്ദ്രത്തിൽ എത്തിയതിന് ശേഷം ഇവിടെ വർണ്ണമഴ. കൊപ്പം നടുവട്ടം രായരനെല്ലൂർ ക്ഷേത്രത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു. കുട്ടി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടിയെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ശിശുക്ഷേമ സംരക്ഷണ സമിതിയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടുവട്ടം രായരനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പുലർച്ചെയാണ് നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടവരെയും കുട്ടിയുടെ മാതാപിതാക്കളെയും കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കുഞ്ഞിന്റെ തുടർ സംരക്ഷണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ ശിശുക്ഷേമ സംരക്ഷണ സമിതിയോട് കൊപ്പം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കുന്നതുൾപ്പെടെയുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ നടത്താനാണ് തീരുമാനം. ശാസ്ത്രീയമായ അന്വേഷണം നടത്തുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. രായരനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിലാണ് ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്നാണ് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പെരുമ്പ്ലാവ് കടവല്ലൂർ പാറപ്പുറത്ത് ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റിവന്ന മിനി പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടുമതിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കണ്ടൻകാവ് വിളയൂർ സ്വദേശികളായ വയലത്തൊടി വീട്ടിൽ ഹൈദർ അലി, അബ്ദുൾ റഷീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. കടവല്ലൂർ ഭാഗത്തു നിന്നും അയ്നൂരിലേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ വീട്ടുമതിൽ പൂർണ്ണമായും തകർന്നു. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. സിലിണ്ടറുകളിൽ നിന്നും ഗ്യാസ് ചോർന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടൻ തന്നെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിൽ വീണ ഗ്യാസ് സിലിണ്ടറുകൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് മറ്റൊരു ലോറിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. കാർ ഓടിച്ചിരുന്ന യുവതിക്ക് പരിക്ക്. പെരുമ്പ്ലാവ് പട്ടാമ്പി റോഡിലെ പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്രത്തിന് സമീപം ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിനി 35 വയസ്സുള്ള അനിതയ്ക്കാണ് പരിക്ക്. യുവതിയെ പെരുമ്പ്ലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും ശേഷം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിലിൽ ഇടിച്ചാണ് നിന്നത്. 2 ഇലക്ട്രിക് പോസ്റ്റുകൾ അപകടത്തിൽ തകർന്നു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ജീവനക്കാരെത്തി പോസ്റ്റുകൾ മാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കടന്ന വിശ്വാസത്തിന്റെ കേന്ദ്രമായി ആർത്താറ്റുപള്ളി. കേരള ക്രൈസ്തവ പൈതൃകത്തിന്റെ പ്രമുഖ കേന്ദ്രങ്ങളിലൊന്നായ കുന്നംകുളം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വ്യാപാര സാംസ്കാരിക കേന്ദ്രമായി വളർന്നത് വിശ്വാസ ചരിത്രവുമായി ഇഴചേർന്നാണ്. ഈ പാരമ്പര്യത്തിന്റെ തുടക്കം മാർത്തോമാ ശ്ലീഹായുടെ ഭാരത സന്ദർശനം സുവിശേഷ പ്രഘോഷണവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. മാർത്തോമാ ശ്ലീഹ ഉയരം കൂടിയ പ്രദേശങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ ചാട്ടുകുളങ്ങര പോലുള്ള പ്രദേശങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊണ്ടു. പിന്നീട് വാസ്കോഡ ഗാമയുടെ കേരള പ്രവേശനത്തോടെ പോർച്ചുഗീസ് സ്വാധീനം ശക്തമായി. വിശ്വാസപരമായ സംഘർഷങ്ങൾ ഉയർന്നു. പ്രധാന കച്ചവട നഗരിയായ ചാട്ടുകുളങ്ങരയും സമീപ പ്രദേശങ്ങളും ആക്രമണത്തിനിരയായപ്പോൾ ടിപ്പു സുൽത്താൻ നടത്തിയ ആക്രമണങ്ങളിൽ പഴയ പള്ളികൾ നശിക്കുകയും കുറച്ച് വിശ്വാസികൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വിശ്വാസികളുടെ ആവശ്യപ്പെടലിൽ ശക്തൻ തമ്പുരാൻ നൽകിയ സംരക്ഷണത്തോടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ കുന്നംകുളത്ത് വീണ്ടും താമസം ആരംഭിച്ചു. കുരിശാകൃതിയിലായിരുന്നു അന്നത്തെ അങ്ങാടി പുനർനിർമ്മിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിനിടെ 1653 നടന്ന കൂനൻ കുരിശ് സത്യം കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. പോർച്ചുഗീസുകാരുടെ വരവോടെ ഭിന്നാഭിപ്രായത്തിലെടുത്ത ഈ സത്യത്തിന് പിന്നാലെ സഭ പുത്തൻകൂറ്റുകാരും പഴയ കൂറ്റുകാരുമായി വിഭജിക്കപ്പെട്ടു. പുത്തൻകൂറ്റുകൾ പാശ്ചാത്യ സിറിയൻ ആചാരങ്ങൾ സ്വീകരിച്ച് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പോലുള്ള കേന്ദ്രങ്ങളെ ആധാരമാക്കി വളർന്നു. മറുവശത്ത് പഴയ കൂറ്റുകാർ കത്തോലിക്ക സഭയുമായി ചേർന്ന് കുരിശടി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിലനിന്നു. സഭാവിഭജനത്തിനു ശേഷം ആർത്താറ്റുപള്ളി പുത്തൻകൂറ്റുകാരുടെ പ്രധാന ആത്മീയ കേന്ദ്രമായി ശക്തിപ്പെട്ടു. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നശിച്ച പള്ളി പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി സിറിയൻ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും സംരക്ഷിച്ച ഈ പള്ളി പിന്നീട് നിരവധി ഇടവകകളുടെ മാതൃപള്ളിയായി മാറി. പള്ളിയിലെ വിശ്വാസപരമായ ആചാരങ്ങളിൽ ഈസ്റ്റർ കഴിഞ്ഞുവരുന്ന ഞായറാഴ്ച, അതായത് പുതുഞായർ, ഈ പുതുഞായർ തിരുനാളിന് പ്രധാന സ്ഥാനമാണ് കൈവരിക്കുന്നത്.
ഈ ദിനത്തിൽ പള്ളിയിൽ പൂജ്യമായി സൂക്ഷിച്ചിരിക്കുന്ന തോമാസ് ലീഹ രക്തക്കുരിശുപാറ വിശ്വാസികളുടെ പ്രത്യേക ആരാധന കേന്ദ്രമായി മാറുന്നു. ആർത്താറ്റ് ഈ കുന്നിൻ പ്രദേശത്ത് തോമാസ് ലീഹ വന്നതായും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതായും നമ്മളൊക്കെ വിശ്വസിച്ചു പോരുന്നു. ആ വിശ്വാസത്തിൻ്റെ ഒരു തെളിവ് എന്നോണം പിന്നീട് ഈ കുന്നിൻ പ്രദേശത്ത് കാലികളെ മേയ്ക്കുന്ന സ്ത്രീകൾ അവരുടെ അരിവാള് മൂർച്ച കൂട്ടാനായി കല്ലിന്മേൽ ഉരയ്ക്കുകയും കല്ലിന്മേൽ രക്തം കുരിശാകൃതിയിൽ പൊടിയുകയും ചെയ്തു. ആ രക്തകുരിശുപാറയാണ് ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. മാർ തോമാസ് ലീഹായുടെ പാരമ്പര്യവുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഈ കുരിശ് നൂറ്റാണ്ടുകളായി വിശ്വാസത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നു. അതേസമയം ആർത്താറ്റ് പള്ളിയോടനുബന്ധിച്ചുള്ള മ്യൂസിയം ഈ സമ്പന്നമായ പൈതൃകത്തിന്റെ തെളിവുകളെ സംരക്ഷിക്കുന്നു. പുരാതന രക്തക്കുരിശ്, ആരാധനോപകരണങ്ങൾ, ശിലാലിഖിതങ്ങൾ, ചരിത്രത്താളിയോല രേഖകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ശേഖരം കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ആർത്താറ്റ് ദേവാലയത്തിൽ 2018 ചുഴലിക്കാറ്റിന് ശേഷം പുനരുദ്ധരിക്കപ്പെട്ടതിന് ശേഷം സ്ഥാപിതമായതാണ് ഇവിടുത്തെ മ്യൂസിയം. ആർത്താറ്റിൻ്റെ പൗരാണികതയും ക്രൈസ്തവ വിശ്വാസത്തിലെ ആർത്താറ്റ് ദേവാലയത്തിൻ്റെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്ന വസ്തുതകൾ സൂക്ഷിക്കുകയും സന്ദർശകർക്ക് കാണാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ പൗരാണികതയും ആർത്താറ്റ് ദേവാലയത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഈ മ്യൂസിയം സന്ദർശിക്കുന്നതും അതിലെ വസ്തുതകൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. വഴിപാടുകളും ഈ പള്ളിയുടെ പ്രധാന പ്രത്യേകതയാണ്. നേർച്ചകൾ, മണിക്കയർ സമർപ്പണം, മെഴുകുതിരി സമർപ്പണം, മുത്തപ്പന്റെ സന്നിധിയിലെ ഊട്ടുനേർച്ച, കുരിശു നേർച്ച തുടങ്ങിയവയ്ക്കായി വിശ്വാസികൾ വലിയ തോതിൽ വളരെ ദൂരെ നിന്നും എത്തുന്നു. പ്രത്യേകിച്ച് പുതുഞായർ തിരുനാളിലും പരിശുദ്ധ മാതാവിന്റെ പെരുന്നാളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ ആർത്താറ്റ് പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിശ്വാസവും പൈതൃകവും സംരക്ഷിച്ച് നിലകൊള്ളുന്ന ആർത്താറ്റ് പള്ളി ഇന്ന് കുന്നംകുളത്തിന്റെ ആത്മാവായി മാറിയിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും ശക്തമായ പ്രതീകമായി ഈ പള്ളി തുടരുകയാണ്. ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലിഹയുടെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും 96-ാം സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. തിരുനാളിന്റെ ഭാഗമായി നടന്ന ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ SI U മഹേഷ് നിർവഹിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ദിവ്യബലി, ലദ്ദിഞ്ഞ്, നൊവേന, പ്രസുതേന്തി വാഴ്ച, കൂടുതുറക്കൽ എന്നിവയ്ക്ക് ശേഷമായിരുന്നു പള്ളിയുടെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നത്. പാവർട്ടി അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ ചാഴൂർ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലി, ലദ്ദിഞ്ഞ്, നൊവേന എന്നിവ നടക്കും. ഫാദർ ഡേവിസ് പനങ്കുളം കാർമ്മികനാകും. തുടർന്ന് അമ്പ്, വള എന്നിവ വെഞ്ചരിച്ച് നൽകും. രാത്രി 10:50 അമ്പ്, വള എഴുന്നള്ളിപ്പ് തേരിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പള്ളി അങ്കണത്തിൽ സമാപിച്ച ശേഷം മെഗാ ബാൻഡ് മേളം നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ദിവ്യബലി നടക്കും. പാവർട്ടി സെന്റ് തോമസ് ആശ്രമത്തിലെ പ്രിയോർ ഫാദർ ജോസഫ് ആലപ്പാട്ട് CMI കാർമ്മികനാകും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചൂണ്ടൽ സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികനാകും. കുറ്റൂർ സിയോൺ സെന്ററിലെ ഫാദർ ജോസ് അഗസ്റ്റിൻ സന്ദേശം നൽകും. മരിയാപുരം MMB ബ്രദേഴ്സ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജോസ് ഐനിക്കൽ സഹകാർമ്മികനാകും. വൈകിട്ട് 4:30 നടക്കുന്ന ദിവ്യബലിക്ക് കോലഴി പള്ളി വികാരി ഫാദർ പോൾ പേരാമംഗലത്ത് കാർമ്മികനാകും. തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം വർണ്ണമഴ ഉണ്ടാകും. രാത്രി 10 മണിക്ക് KCYM നേതൃത്വത്തിൽ തേരിന്റെ അകമ്പടിയോടുകൂടി ബാൻഡ് വാദ്യ സമാപനവും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ ദിവ്യബലി, ഒപ്പീസ്, ഓർമ്മയാചരണം എന്നിവയ്ക്ക് ഫാദർ ഡേവിസ് പനങ്കുളം കാർമ്മികനാകും. വൈകിട്ട് 7 മണിക്ക് മെഗാ മ്യൂസിക്കൽ നൈറ്റും ഉണ്ടാകും. ബ്രഹ്മകുളം തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ഡേവിസ് പനങ്കുളം അറിയിച്ചു. ഉള്ളവരെ ബ്രഹ്മകുളം സെന്റ് തോമസ് ഇടവകയിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിൻ്റെ കൊടിയേറി നാളെ ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, വൈകിട്ട് 9:30 മുതൽ 11 മണി വരെയുള്ള സമയത്ത് യൂണിറ്റിൽ നിന്നുള്ള അമ്പ്, വള എന്നിവ തേരിൻ്റെ അകമ്പടിയോടുകൂടി, ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി പള്ളിയിൽ സമാപിക്കുന്നതാണ്. പിന്നെ ഞായറാഴ്ച തിരുനാൾ ദിവസം രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, 10 മണിക്ക് ആഘോഷമായിട്ടുള്ള തിരുനാൾ കുർബാന. തിരുനാൾ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനായിരിക്കുക ബഹുമാനപ്പെട്ട ഡേവിസ് പുലിക്കോട്ടച്ചനാണ്, ചൂണ്ടലിടവ വികാരി. അതുപോലെ തന്നെ തിരുനാൾ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസ് അഗസ്റ്റിനച്ചനാണ്. തിരിഞ്ഞ് 4:30 വിശുദ്ധ കുർബാനയും തുടർന്ന്
തിരുനാളിൻ്റെ പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. തിരുനാൾ ആഘോഷങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണം. താങ്ക് യു. AD 52 വിശുദ്ധ മാർത്തോമാ സ്ലേഹയാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പുതുതായി നിർമ്മിക്കുന്ന മണിമാളികയുടെ തറക്കല്ലിടൽ കർമ്മം നടന്നു. വെള്ളിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ മുന്നിമേൽ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഫാദർ അജിൻ ചാക്കോയും നിരവധി വിശ്വാസികളും സംബന്ധിച്ചു. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ജോസഫ് ജോർജ്, ട്രസ്റ്റി CI റെജി, സെക്രട്ടറി KS ബെന്നി എന്നിവർ അടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പഴഞ്ഞി ചിറ്റത്താഴം കോൾപ്പടവിൽ കൊയ്ത്ത് പൂർത്തിയായി. 220 ഏക്കർ പാടത്ത് ഉമാവിത്താണ് ഇത്തവണ കർഷകർ കൃഷി ചെയ്തത്. ഏക്കറിന് ശരാശരി 3000 കിലോ നെല്ല് ലഭിച്ചതായി കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് KM ഹനീഫ, സെക്രട്ടറി AY ഹമീദ് എന്നിവർ പറഞ്ഞു. സപ്ലൈകോയ്ക്ക് വേണ്ടി സ്വകാര്യ മില്ലുകളാണ് നെല്ല് സംഭരിക്കുന്നത്. 4 ദിവസം കൊണ്ട് നെല്ല് സംഭരണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വൈക്കോൽ സംഭരണവും പുരോഗമിക്കുന്നുണ്ട്. മാലിന്യത്താൽ മുങ്ങി ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ. വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ നടപടികളൊന്നുമില്ലാത്തത് ആക്ഷേപങ്ങൾക്കിടയാക്കുകയാണ്. മാലിന്യമുക്ത കേരളത്തിനായി സർക്കാർ കോടികൾ ചെലവഴിച്ചു പൊരുതുമ്പോഴും ചാവക്കാട്ടെ ഈ സർക്കാർ ഓഫീസ് കെട്ടിടത്തിന്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കുക. ട്രഷറി, സപ്ലൈ ഓഫീസ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, GST, എംപ്ലോയ്മെന്റ് ഓഫീസ് തുടങ്ങി ഒട്ടേറെ പ്രധാന സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന നഗരത്തോട് ചേർന്നുള്ള ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ദിനംപ്രതി 100 കണക്കിന് പേർ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന കേന്ദ്രമാണ് ഇവിടം. ആദ്യ നിലയിലും രണ്ടാം നിലയിലും കാണുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടികളില്ല. കടലാസ് ഉൾപ്പെടെ ചപ്പുചവറുകൾ കൂട്ടിയിട്ട മാലിന്യങ്ങൾ ഇപ്പോൾ കൂമ്പാരമായിരിക്കുകയാണ്. ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്കും ഓഫീസ് ജീവനക്കാർക്കുൾപ്പെടെയുള്ളവർക്കുമായി വെള്ളത്തിനായി സ്ഥാപിച്ച കിയോസ്ക് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിഴ ഈടാക്കുന്ന സർക്കാർ സ്വന്തം സംവിധാനത്തിനകത്ത് നടക്കുന്ന മാലിന്യ നിക്ഷേപം കാണാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നുണ്ട്. എരുമപ്പെട്ടി കരിയന്നൂർ നഗറിന് മുകളിലായുള്ള കുന്നിൽ നടക്കുന്ന മൊബൈൽ ഫോൺ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകി. 2018 പ്രളയകാലത്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്താണ് ആഴത്തിൽ മണ്ണെടുത്ത് ടവർ നിർമ്മാണം നടക്കുന്നത്. ഇതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വാർഡ് മെമ്പർ NK കബീർ പഞ്ചായത്ത് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ ആവശ്യപ്പെട്ട് സ്ഥല ഉടമയ്ക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പഞ്ചായത്ത് യോഗത്തിലെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ടവർ നിർമ്മാണം തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ NK കബീർ ചെയർമാനും TR ഉദയകുമാർ കൺവീനറും PV സത്യൻ ട്രഷററുമായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. ലോ കോളേജ് അഴിമതിക്കെതിരെ അഭിഭാഷക സമരത്തിന് നേതൃത്വം നൽകിയതിന് അഡ്വക്കേറ്റ് KR രജിത് കുമാറിനെ കള്ളക്കേസിൽ കുടുക്കിയെന്നും അഭിഭാഷക ജോലിയും ജീവിതവും തകർക്കാനുള്ള ഗൂഢനീക്കങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് അഭിഭാഷകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ചാവക്കാട് കോടതി കവാടത്തിന് സമീപം നടന്ന അഭിഭാഷക പ്രതിഷേധ സായാഹ്നം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KS ബിനോയ് അധ്യക്ഷത വഹിച്ചു. മുൻ ഗവൺമെന്റ് പ്ലീഡർമാരായ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് P സുനിൽ, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിമൽ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി അക്ദർ അഹമ്മദ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം KK സിന്ധു നന്ദിയും പറഞ്ഞു. പാർണൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഇടവക മധ്യസ്ഥരായ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ഭക്തിനിർമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നത്. തിരുനാൾ കൊടിയേറ്റം മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5:30 ദിവ്യകാരുണ്യ ആരാധനയും തുടർന്ന് നവനാൾ ദിവ്യബലിയും ലതീഞ്ഞും നൊവേനയും നടന്നു. വെള്ളിയാഴ്ചയിലെ തിരുകർമ്മങ്ങൾക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഉണ്ടായി. ശനിയാഴ്ച രാവിലെ പ്രസിദ്ധി വാഴ്ചയും ഉണ്ടായിരിക്കും. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവ വെഞ്ചിരിപ്പ് ഭാരവാഹികൾക്ക് കൈമാറും. വൈകിട്ട് ചിറനെല്ലൂർ ദേവാലയത്തിൽ നിന്നും വിശുദ്ധരുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ആരംഭിച്ച് പാറന്നൂർ പള്ളിയിലെത്തി സമാപിക്കും.
രാത്രി 11 മണിക്ക് അമ്പുവള എഴുന്നള്ളിപ്പുകൾ ദേവാലയ അങ്കണത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യവും വർണ്ണമഴയും അരങ്ങേറും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. ഫാദർ റോജർ വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ലിൻസൺ തട്ടിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5 ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. ഇടവക വികാരി ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത്, കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ, ജനറൽ കൺവീനർ KP ജിസൺ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. സഖാവ് സരോജിനിയുടെ 71ാം പിറന്നാൾ ആഘോഷമാക്കി എരുമപ്പെട്ടിയിലെ വിവിധ രാഷ്ട്രീയക്കാർ. എരുമപ്പെട്ടി EVS നിവാസിലെ സഖാവ് സരോജിനിയുടെ പിറന്നാളാണ് CPM, കോൺഗ്രസ്, BJP പ്രവർത്തകർ ഒത്തുചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും രാഷ്ട്രീയ സ്വരച്ചേർച്ചകളെ മാറ്റിവെച്ചുകൊണ്ട് വോട്ടെടുപ്പ് നടക്കുന്നതിനിടയിലാണ് സന്തോഷം പങ്കുവച്ചത്. CPM ബൂത്ത് സെക്രട്ടറി PB ബിബിൻ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് നജീബ് കൊമ്പത്തയിൽ, BJP ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് AV സുരേഷ് എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. പ്രശസ്ത ആർട്ടിസ്റ്റ് EVS സന്തോഷ് മകനാണ്. അപ്പോൾ ഇന്ന് 71ാം പിറന്നാളാണ്. അതില് ഞങ്ങൾ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒത്തൊരുമിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ വാർഡിൽ ഞങ്ങൾ പ്രവർത്തിക്കാറ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാൻ ഇനിയും നടപടിയായില്ല. 1 മാസത്തോളമായി ഇവിടെ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതരുടെ ഭാഗത്ത് നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. പട്ടാമ്പി നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ബസ് സ്റ്റാൻഡ് സമീപത്തെ പമ്പ് ഹൗസിൽ നിന്നും പോകുന്ന പൈപ്പാണ് മാസങ്ങളായി പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് വശത്തെ ഇന്റർലോക്ക് ബ്രിഡ്ജിനടിയിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. കുടിവെള്ളം പാഴായി ഇന്റർലോക്കിൽ വഴുക്കലും അനുഭവപ്പെടുന്നുണ്ട്. ഇതിലൂടെ നടന്നുപോകുന്ന യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുകയാണ്. പലരും ഇവിടെ വീഴുന്ന അവസ്ഥയും ഉണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയിൽ കുടിവെള്ളം പാഴായി പോകുന്ന പ്രശ്നം അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ലെന്നാണ് ഇവിടുത്തുകാരുടെ പരാതി. വലിയ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ വേളയിലാണ് ഇത്തരത്തിലുള്ള അനാസ്ഥ ഇവിടെ നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഏകദേശം 1 മാസമായിട്ട് പൈപ്പ് പൊട്ടിയിട്ട് ഇതിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ, ഇത് നമുക്ക് ഇവിടെയൊക്കെ വഴുക്കൽ പച്ച പിടിച്ചിട്ടുണ്ട്. ഇത്രയും രീതിയിൽ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത്രയും രൂക്ഷമായിട്ട് കുടിവെള്ള ക്ഷാമമുള്ള സമയത്ത് ഈ വെള്ളം ലിറ്റർ കണക്കിന് ഗ്യാലൻ കണക്കിന് വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരുന്നു. ശുദ്ധജലം ഞാൻ വാട്ടർ അതോറിറ്റിയിൽ കഴിഞ്ഞ മാസം കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. അവിടുന്ന് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞത് ഒരു പരിഹാരം കാണുന്നില്ല. 2-3 വയസ്സായ സ്ത്രീകൾ ഇവിടെ വഴുക്കി വീണു. അതിന് പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞു, മുനിസിപ്പാലിറ്റിയിൽ വിളിച്ച് പറഞ്ഞു, വാട്ടർ അതോറിറ്റി കംപ്ലയിൻറ്റ് പറഞ്ഞു. എല്ലാവർക്കും ഒരു പരിഹാരം കിട്ടുന്നില്ല. ഇത് ജനങ്ങളെ ലോകം അറിയിക്കുകയാണ് വേണ്ടത്. ശരിക്കും എല്ലാവരും അറിയിക്കുകയാണ് വേണ്ടത്. ഇത് നോക്ക്, ശുദ്ധജലമാണ് ഇങ്ങനെ പാഴായിപ്പോകുന്നത്, അതും മാസങ്ങളായി. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് ഈ വിധത്തിൽ ഇവിടെ കുടിവെള്ളം പാഴാക്കുന്നത്. കടുത്ത വേനലിൽ മാസങ്ങളായി കുടിവെള്ളം പാഴാകുന്നതിന് പരിഹാരം കാണാൻ കഴിയാത്തതിന്റെ നാട്ടുകാരിൽ പ്രതിഷേധമുണ്ട്. 100 കണക്കിന് ആളുകൾ എത്തുന്ന ബസ് സ്റ്റാൻഡിലാണ് ഈ വിധത്തിൽ കുടിവെള്ളം പാഴാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പുന്നൂർക്കുളം പട്ടതിരിപ്പാടത്ത് 10 ഏക്കറോളം വരുന്ന പാടത്തിന് തീപിടിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. ഉണങ്ങിക്കിടന്ന പുല്ലിൽ നിന്ന് പടർന്ന തീ നിമിഷങ്ങൾക്കുള്ളിൽ ആളിപ്പടരുകയായിരുന്നു. പാടത്തിന് സമീപം വീടുകളിലുള്ളതിനാൽ തീ അതിവേഗം പടരുന്നത് ആശങ്കയ്ക്കിടയാക്കി. തൃപ്പറ്റ്, പനന്തറ ഭാഗങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചില്ല. വിവരമറിഞ്ഞ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീയണച്ചു. വേനൽ ചൂടിൽ നാട് പൊറുതിമുട്ടുമ്പോൾ തണുപ്പ് തേടി വീടുകളിൽ അതിഥികളായി പാമ്പുകൾ എത്തുന്നത് പതിവാകുന്നു. വീടിന്റെ അകത്തളങ്ങളിലും ശുചിമുറികളിലും വരെ വിഷപ്പാമ്പുകളെ കണ്ടെത്തുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. വേനൽ കടുത്തതോടെ മാളങ്ങളിൽ ചൂട് സഹിക്കവയ്യാതെ പാമ്പുകൾ ജനവാസ മേഖലകളിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്നു. ഇതോടെ നാട്ടിലെ പാമ്പുപിടുത്ത വിദഗ്ധൻ സുധീഷ് കൂറ്റനാടിന് ഇപ്പോൾ വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ സുധീഷിന്റെ ഫോണിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള വിളികൾ പ്രവഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം വീടിന്റെ അടുക്കളകൾ, കിണറുകൾ, ടോയ്ലറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നായി
നിരവധി പാമ്പുകളെയാണ് സുധീഷ് പിടികൂടിയത്. ഇതിൽ ഭൂരിഭാഗവും അതീവ വിഷമുള്ള മൂർഖൻ പാമ്പുകളാണെന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കടുത്ത വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ തണുപ്പുള്ള ഇടങ്ങൾ തേടിയാണ് പാമ്പുകൾ എത്തുന്നത്. വീടിനുള്ളിലെ തണുപ്പുള്ള മൂലകൾ, നനവുള്ള ശുചിമുറികൾ, ഉപയോഗിക്കാത്ത ചെടിച്ചട്ടികൾ, വിറകുപുരകൾ എന്നിവ പാമ്പുകളുടെ പ്രധാന താവളങ്ങളായി മാറുകയാണ്. വേനൽ കഠിനമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സുധീഷ് കൂറ്റനാട് നിർദ്ദേശിക്കുന്നു. വീടിനു ചുറ്റുമുള്ള കാടുകളും പാഴ്വസ്തുക്കളും നീക്കം ചെയ്ത് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും ടോർച്ച് കരുതുക. ഷൂസുകളും ചെരുപ്പുകളും ധരിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ പരിഭ്രാന്തരാകാതെ വിദഗ്ധരെ വിവരമറിയിക്കുക. സ്വയം പിടികൂടാൻ ശ്രമിക്കരുത്. പാലക്കാടൻ വേനലിനിയും കടുക്കുമെന്ന മുന്നറിയിപ്പുകൾക്കിടെ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. വോട്ട് ചെയ്ത് വീട്ടിൽ മടങ്ങിയെത്തിയ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം മുരളീരവത്തിൽ ചങ്കത്ത് ശിവദാസ മേനോനാണ് മരിച്ചത്. 82 വയസ്സായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരുവെങ്കിടം LP സ്കൂളിലെ ബൂത്തിലേക്ക് വോട്ട് ചെയ്യുവാൻ പോയത്. മടങ്ങിയെത്തി 1 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച ശേഷം ശുചിമുറിയിലേക്ക് പോകുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുകയായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. എളവള്ളി പീപ്പിൾ ഓഫ് നോർത്തിൻ്റെയും സാത്വിക ചിത്രകലാ പഠന കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി സമ്മർ ആർട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം KR രഞ്ജിത്ത് അധ്യക്ഷനായി. കേരള ലളിതകലാ അക്കാദമി സ്കോളർഷിപ്പിന് അർഹയായ കലാകാരി നവ്യ നന്ദകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. പീപ്പിൾ ഓഫ് നോർത്ത് സെക്രട്ടറി അജിത് കുമാർ, നന്ദൻ എളവള്ളി, അശ്വനി അജിത്ത്, ജോൺസൺ നമ്പഴിക്കാട്, ശ്രീലജ എളവള്ളി, C അനീഷ് എന്നിവർ സംസാരിച്ചു. മ്യൂറൽ പെയിന്റിംഗ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, വാട്ടർ കളർ പെയിന്റിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിൽ ഏപ്രിൽ 10, 11, 12 തീയതികളിലായി രാവിലെ 10 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെ ക്യാമ്പിൽ പരിശീലനം നൽകും. ജോൺസൺ നമ്പഴിക്കാട്, ശ്രീലജ എളവള്ളി, വിജിത എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് ഐബീസ് ഫൗണ്ടേഷൻ നൽകിയ ഡയാലിസിസ് മെഷീന്റെ ഉദ്ഘാടനം നടന്നു. ഐബീസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ശ്യാമള ദേവി ഉദ്ഘാടനം നിർവഹിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. ഐബീസ് ഫൗണ്ടേഷൻ CEO ദീപക് മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ മോൻസി P അബ്രഹാം, ഐബീസ് ഫൗണ്ടേഷൻ പ്രതിനിധി പ്രിയ, JCI സോണൽ പ്രസിഡന്റ് റഫീഖ്, ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യു, അഡ്മിനിസ്ട്രേറ്റർ CS ഡിക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാർ, ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 14,025 രൂപ. സ്വർണം പവന് 1,12,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചെർമം ഗുരുവായൂർ പുത്തമ്പള്ളി പാട്ടത്തിൽ പറമ്പ് മുള്ളൂക്കര ആനി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ആന്റണി ഭർത്താവും ലിജോ, ലിൻഡോ എന്നിവർ മക്കളുമാണ്. പാറമ്പാടം അയ്യമ്പറമ്പ് മണ്ടുമ്പാൽ കൊച്ചുവർക്കി മകൻ ആന്റണി എന്ന രാജു നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം പാറമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ബിന്ദു ഭാര്യയും ബിജോ, ബിജിന എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കിഴക്കേ അങ്ങാടിക്ക് പുറകിൽ കാക്കശ്ശേരി വീട്ടിൽ KV സൈമൺ ഭാര്യ PD സാറ നിര്യാതയായി. 96 വയസ്സായിരുന്നു. കേരളശ്ശേരി ഹൈസ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം മാർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. സിൽവി, മേരി, ശോഭ എന്നിവർ മക്കളാണ്. വയലത്തൂർ പരേതനായ വാഴപ്പള്ളി ജേക്കബ് മകൻ ജോഷി ജേക്കബ് നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ജോയ് ബി, ജോഷി ഭാര്യയും ആൻലി, ആൽവിൻ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിൽ രാഷ്ട്രീയ കേരളം. വോട്ടെണ്ണൽ മെയ് 4-ന്. തുടർഭരണ പ്രതീക്ഷ പങ്കുവെച്ച് LDF. ഭരണമാറ്റം ഉറപ്പിച്ച് UDF. ശക്തമായ സാന്നിധ്യമാകുമെന്ന് NDA. കേച്ചേരിയിൽ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തലക്കോട്ടുകരയിൽ വെള്ളിയാഴ്ച രാവിലെ 7:30 ഉണ്ടായ അപകടത്തിൽ അമ്പലപുരം സ്വദേശി കിണറുമാക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 52 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി.
മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ 88ാം തിരുനാളിന് വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആലൂറാണ് കൊടിയേറ്റം നിർവഹിച്ചത്. തിരുനാൾ ആഘോഷം CCTV-യിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.